ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെ പറയുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. അതായത് ഇത് റൂം ടെമ്പറേച്ചറിലെന്ന് പറയുമ്പം സാധാ ഇൻസുലേറ്റേഴ്സ് ആയിട്ടും, പക്ഷെ നമ്മൾ ഒരു എക്സൈറ്റേഷൻ, ഒരു ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഒരു തെർമൽ എക്സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെർമാനിയം, സിലിക്കോൺ, ഗാലിയം ആർസനൈഡ്, അതിനൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ അടുത്ത് എങ്ങനെയാണ് ഇതിൽ കണ്ടക്ഷൻ നടക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ബാൻഡ് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് വരുന്ന വാലൻസ് ബാൻഡ്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ കാണിക്കാനുള്ള ഫിഗറാണ്. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടക്ടേഴ്സിന് വരുന്നുണ്ട്, ഇൻസുലേറ്റേഴ്സിനും വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ, ഇപ്പം ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഈ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ ബാൻഡ് ഈ വാലൻസ് ബാൻഡും തമ്മിലെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതായത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു ഈ കണ്ടക്ടേഴ്സിൽ എന്താണ് നടക്കണമെന്ന് വെച്ചാൽ ഈ വാലൻസ് ബാൻഡിൽ വാലൻസ് ഇലക്ട്രോൺസ് ഇരിക്കും. ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഗ്യാപ്പിൽ നിന്ന് ചാടി ഇപ്പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ഇത്, പക്ഷെ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം നമ്മൾ വാലൻസ് ബാൻഡിൽ വാലൻസ് ഇലക്ട്രോൺസ് ഇരിക്കുകയാണ്. ഈ വാലൻസ് ഇലക്ട്രോൺസിന് ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും, അതായത് ലാർജ് ഗ്യാപ്പ് ട്രാവൽ ചെയ്യണം. അതായത് ഇത്രയും ട്രാവൽ, അതായത് നിയർലി നല്ല എനർജി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുള്ളൂ. അതിന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പോകുന്നത്. പക്ഷേ നമ്മളിപ്പം നോക്കുകയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് നമ്മളൊരു ഹീറ്റ് വെച്ചിട്ട് ഒരു എക്സൈറ്റേഷൻ കൊടുക്കുക. ഈ ഹീറ്റ് വെച്ച് എക്സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതിനുകൊണ്ടാണ് ഇതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേംസ് ആണ്. ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇനി വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ O2 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 8 അല്ലേ. അപ്പം ഈ അറ്റോമിക് നമ്പർ 8 ഉള്ള സാധനം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കും, ഇങ്ങനെ വരച്ച് 2 റൗണ്ട് ഇട്ട്. അതായത് ആദ്യത്തേതിൽ 2 എണ്ണം കയറും, ബാക്കി 6 എണ്ണം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കയറും. 4, 6. അപ്പൊ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്, അതായത് ഒരു എലമെന്റിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ പറയണതാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. എനർജി ബാൻഡ് ഇൻവോൾവിംഗ് ദ എനർജി ലെവൽസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ദ വാലൻസ് ബാൻഡ്. ഇനി അടുത്ത് വരുന്നത് കണ്ടക്ഷൻ ബാൻഡ്. ഇറ്റ് ഈസ് ദ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് റിസൾട്ടിങ് ഇൻ ദ ഫ്ലോ ഓഫ് കറണ്ട്. ഈ ബാൻഡാണ് ഫ്ലോ ഓഫ് കറണ്ടിന് കാരണമാകുന്നത്. ദ കണ്ടക്ഷൻ ബാൻഡ് ഇൻ സെമി കണ്ടക്ടേഴ്സ് അക്സെപ്റ്റ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ വാലൻസ് ബാൻഡ്. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ജമ്പ് ചെയ്ത് വരുന്ന വാലൻസ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കണ്ടക്ഷൻ ബാൻഡിന്റെ ജോലി. ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സെമി കണ്ടക്ടേഴ്സിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയാണ് അടുത്തതിലോട്ട് പറയുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോണം.